ഹേയ് ഗായ്സ്, അപ്പോൾ തന്നെ രാവിലെ ഒരു പണിയില്ലാതിരിക്കണ നേരത്താണ് TV പോയി കാണാമെന്ന് തോന്നിയത് കേട്ടോ. അപ്പോൾ അങ്ങനെ പോയപ്പോഴാണ് ഞാൻ ന്യൂസ് കണ്ടത്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോഴാണ് നമ്മുടെ കഴിഞ്ഞ വട്ടം സുനാമി വന്ന പോലെ തന്നെ വീണ്ടും വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തായാലും ഇപ്രാവശ്യം എനിക്ക് ബോട്ടൊന്നും പോയി സംഘടിപ്പിക്കാൻ വയ്യാത്തതുകൊണ്ട് ഞാൻ എന്തായാലും എൻ്റെ വീടൊരു ഹൗസ് ബോട്ടാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇപ്പോൾ അതിൽ സുനാമി വരുന്നൊരു ഉറപ്പുള്ളത് കൊണ്ട് നമുക്ക് എന്തായാലും നമ്മുടെ വീടൊന്ന് സെറ്റാകണം. അപ്പോൾ നമുക്കെന്തായാലും നമ്മുടെ കാറെടുത്ത് നേരെ നമ്മുടെ സൈറ്റിൽ പോയിട്ട് ട്രക്ക് അറേഞ്ച് ചെയ്യാണ്ട്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ജൊറാസിക് പാർക്കിൽ പോയിട്ട് കുറച്ച് മരങ്ങൾ ആവശ്യമുണ്ട് കേട്ടോ. കുറച്ച് മരങ്ങൾ മതി, ബാക്കി നമ്മുടെ ഫ്രെയിം അടിക്കുന്നിടത്തുനിന്ന് സെറ്റാക്കാം. അപ്പോൾ കുറച്ച് മരം നമ്മൾ സെറ്റാക്കിയിട്ട് ബാക്കി അവർ സെറ്റാക്കി തരും. എന്നിട്ട് നമ്മുടെ വീടിൻ്റെ ഒരു വലിപ്പത്തിന് നമ്മളൊരു ഫ്രെയിം അടിക്കാൻ പോവുകയാണ്. അതിന്മേൽ നമ്മുടെ വീട് കയറ്റിയിട്ട് ഒരു ഹൗസ് ബോട്ട് ആക്കാനാണ് എൻ്റെ പ്ലാൻ കേട്ടോ. അപ്പോൾ നമുക്ക് എന്തായാലും നേരെ നമ്മുടെ സൈറ്റിൽ പോയിട്ട് നമുക്ക് നമ്മുടെ ട്രക്ക് പോയി കൊണ്ടുവരണം ഗൈസ്. അതിന് മുന്നേ ഗൈസ്, നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്നുള്ള ബെല്ലൈക്കൺ എനേബിൾ കൂടിയും ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് സൈറ്റിലേക്ക് പോകാം ഗൈസ്. അപ്പോൾ ഇനി കുറച്ചും കൂടിയാണ് നമ്മുടെ സൈറ്റിലേക്ക് എത്താണ് കേട്ടോ. ഓക്കെ, ഇതാണ് നമ്മുടെ ഷോറൂം. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് ഞാനൊരു ടാസ്ക് തരാം. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വണ്ടി താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വണ്ടി ഏതാണെന്ന് താഴെ കമൻറ്റ് ചെയ്യുക. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് റോൾസ് റോയ്സ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാ ഇഷ്ടം എന്ന് ജസ്റ്റ് കമൻറ്റ് ചെയ്തേക്കിട്ടോ ഗൈസ്. അപ്പോൾ ഗൈസ്, നമ്മൾ ഞാൻ നേരെ ട്രക്കുമായിട്ട് പോവുകയാണ്. അയ്യോ നമ്മുടെ ഗൈസ്, നമ്മുടെ ഫോർച്യൂണർ സീനില്ല, ഡോറ് മാത്രമേ ഉള്ളൂ പോയിട്ട്. അപ്പോൾ നമ്മൾ ട്രക്കുമായി നേരെ ജൊറാസിക് പാർക്കിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ നിന്നാണ് കുറച്ച് മരങ്ങൾ സംഘടിപ്പിക്കാനുള്ളത് കേട്ടോ. നമ്മൾ ജൊറാസിക് പാർക്കിൻ്റെ ഓഫീസിൽ പോയിട്ട് ചോദിച്ചിട്ടാണ് ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഫൈൻ കിട്ടുന്നതാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മരം നമ്മുടെ കമ്പനി തരുന്നുണ്ട്, നമുക്ക് ഫ്രെയിം അടിക്കുന്ന സ്ഥലത്തു നിന്ന് അവർ തരുന്നുണ്ട്. അപ്പോൾ നമ്മൾ കുറച്ചേ ഉള്ളൂ ഇവിടുന്ന് കൊണ്ടുപോകുന്നത്, ഒരു 100 അത്രയേ ഉള്ളൂ ഗൈസ്. ഇതന്നെ മുറിക്കാൻ കുറച്ച് പാടാണ്, നമുക്ക് മെഷീൻ കൊടുന്നാൽ മതിയായിരുന്നു. അങ്ങനെ ഗൈസ്, കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് നമ്മൾ പരിപാടി മൊത്തം ഇങ്ങനെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ വെട്ടിയെടുത്ത കുറച്ച് മരങ്ങൾ കേട്ടോ ഗൈസ്. ഇതിൽ 30-40 ഉള്ളൂ കേട്ടോ. ഞാൻ കൂടുതൽ 100 വെട്ടിയിട്ടില്ല. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രെയിം അടിക്കുന്ന ഫാക്ടറി. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ ഇനി അവർ ഫ്രെയിം ആക്കിയിട്ട് അവർ കൊണ്ടുവരാൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ അടുത്തതുകൊണ്ട് തന്നെ നമുക്ക് ഓരോ പാർട്സ് ആക്കിയിട്ട് അവർ ഇനി പുറത്തേക്ക് കൊണ്ടുവരേണ്ടി വരും കേട്ടോ. കാരണം ഈ ഒരു ഡോറിനകത്തേക്ക് കൂടെ അവർക്ക് കൊണ്ടുവരാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് ഇനി ഇത് കഴിഞ്ഞിട്ടൊരു ഹെലികോപ്റ്റർ സംഘടിപ്പിക്കാണ്ട്. അപ്പോൾ അതൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിരിക്കണേ. അപ്പോൾ ഇനി നമുക്ക് ഹെലികോപ്റ്ററിൻ്റെ അടുത്ത് എത്തണമെങ്കിൽ നമ്മുടെ എയർപോർട്ടിൽ പോയിട്ട് ജെറ്റിൽ പോകണം ഗൈസ്. അതാണ് വേറൊരു കോമഡി. അപ്പോൾ നമുക്ക് എന്തായാലും ഇനി കുറച്ച് മോട്ടർ ആവശ്യമുണ്ട്. അപ്പോൾ മോട്ടർ കുറച്ച് പഴക്കമുള്ളതാണ്, കൺട്രോളിന് അത്ര പഴക്കമില്ല, പക്ഷെ മോട്ടർ കുറച്ച് ചളി പിടിച്ചിട്ടാണ്. കഴിഞ്ഞ ഏതോ സുനാമിയിൽ ഉപയോഗിച്ചതാണെന്ന് തോന്നുന്നു. കണ്ട ഗൈസ്. അപ്പോൾ ഗൈസ്, ഇനി നമുക്ക് നമ്മുടെ ജെറ്റ് പോയെടുക്കണം. അതിനുശേഷം ഹെലികോപ്റ്റർ എന്തിനാണെന്ന് ഞാൻ പറഞ്ഞില്ല ഗൈസ്, ഞാനത് വിട്ടുപോയി. അപ്പോൾ ഹെലികോപ്റ്റർ എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ നമ്മുടെ വീട് കുറച്ച് പൊന്തിക്കാൻ വേണ്ടിയിട്ടാണ്. വീട് പൊന്തിച്ചാലേ ഉള്ളൂ നമുക്ക് മറ്റേ ഫ്രെയിം അതിൻ്റെ അടിയിലേക്ക് സെറ്റാക്കാൻ കഴിയുക. അപ്പോൾ അവരിപ്പോൾ കൊണ്ടുപോയിരിക്കും, ഏകദേശം പണി കഴിയാറായെന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ നമുക്കിനി ഫ്രെയിം സെറ്റ് ചെയ്യാനാണ് നമ്മുടെ ഹെലികോപ്റ്റർ കൊണ്ടുവന്നത്. അപ്പോൾ അതൊരു ബിൽഡിങ്ങിൻ്റെ മുകളിൽ തന്നെയാണ്. അപ്പോൾ ഈ ഒരു ഹെലികോപ്റ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, എൻ്റെ വീടിൻ്റെ വെയിറ്റുള്ള 4-6 വീട് ഒരുമിച്ച് പൊക്കാൻ കഴിയുന്നതാണ് ആ ഒരു ഹെലികോപ്റ്ററിൻ്റെ പ്രത്യേകത കേട്ടോ. അപ്പോൾ അത്രയും വെയിറ്റ് അതിന് താങ്ങാൻ കഴിയുന്നതാണ് അതിൻ്റെ കമ്പനി പറഞ്ഞിട്ടുള്ളത്. എന്തായാലും എൻ്റെ വീട് പൊക്കാൻ കഴിയും, അതുകൊണ്ടാണ് ഞാനിത് ഏർപ്പാടാക്കിയത്. അല്ലെങ്കിൽ ഞാനിത് റെൻറ്റിനാണ് വാങ്ങുന്നത്, ഇതെൻ്റെ സ്വന്തം ഒന്നുമല്ല. ഇതിന് നല്ല കോടിക്കണക്കിന് പൈസ ഉണ്ട്. റെൻറ്റിനായതുകൊണ്ട് എൻ്റെ കുറച്ച് ടീമായതുകൊണ്ട് നമുക്ക് സീൻ ഉണ്ടായില്ല. അയ്യോ, ഈ ജെറ്റിന് താഴെ പോയാൽ എനിക്കിനി ഇങ്ങോട്ട് കയറാൻ വയ്ക്കത്തില്ല, ഇറങ്ങാൻ വയ്ക്കത്തില്ല. പോകാനും വരാൻ ഇനി ഹെലികോപ്റ്റർ ഉണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നമ്മുടെ വീട് പോയി പൊക്കിയിട്ട് നമ്മുടെ ഫ്രെയിം അപ്പോഴേക്കും അവർ വന്നോളും. എന്നിട്ടേ ഉള്ളൂ നമുക്ക് ബാക്കി പണി ചെയ്യാൻ പറ്റാട്ടോ. അങ്ങനെ ഗൈസ്, എല്ലാവരും സെറ്റായിട്ടുണ്ട്. ഞാനും അങ്ങനെ സെറ്റായി. ഇതാണ്ട് നമ്മുടെ വീട് പൊക്കിയിട്ടുണ്ട്.
2 ട്രക്കിലായിട്ട് നമ്മളെ ഫ്രെയിമോടെ ആളുകൾ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫ്രെയിമിൻ്റെ അടിയിലോല് വെക്കും നമ്മൾ. ഓക്കെ, നമുക്കിനി ലാൻഡ് ചെയ്യിപ്പിക്കാം നമ്മുടെ ഹൗസ്. ഓ ഗൈസ് നോക്കൂ, മോനെ ഗൈസ് സെറ്റായി. ഇതാണ്ട് ഫിക്സ് ആയിട്ടുണ്ട് എന്തായാലും. ഇതാണ്ട് മഴ പെയ്യൽ തുടങ്ങി. അപ്പോൾ നമ്മൾ മോട്ടറും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത്രയും നേരം നമ്മൾ പണിയെടുത്തത് നല്ല ക്ഷീണമുണ്ട് ഗൈസ്. കുറച്ചു നേരം പോയി കിടന്നുറങ്ങട്ടെ ഞാൻ, അല്ലെങ്കിൽ സുനാമി വന്നാൽ ഞാൻ പെടും ഗൈസ്. അങ്ങനെ കുറച്ച് നേരം ഉറങ്ങിയിട്ടുണ്ട് ഞാൻ. ഇപ്പോഴാണൊരു സുഖം കിട്ടിയത് കേട്ടോ ഗൈസ്. സുനാമി വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഇതെന്താ ആണ്ടൊരു വീട്. ഒയ്യോ ഗൈസ്, സുനാമി വന്നു തുടങ്ങി. ഒയ്യോ ഗൈസ്, ഇതൊന്നല്ല കേട്ടോ എൻ്റെ ആദ്യത്തെ. ഇതിന് മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും സുനാമി എത്രത്തോളം അന്ന് വന്നിട്ടുണ്ട് എന്ന്. ഗൈസ് ഇതെന്തായാലും അടിപൊളിയായിട്ടുണ്ട്. ഓരോ വീടും നമ്മുടെ വീടിൻ്റെ പോലെ തന്നെയാണ്. പക്ഷേ ഈ കൂട്ടത്തിൽ എൻ്റെ വീടാ തോന്നുന്നു കുറച്ചുകൂടി വലിപ്പമുള്ളത് കേട്ടോ. ഇതാണ്ട് ഒരു വീട് ഇതാണ്ട് അങ്ങനെ പോകുന്നു. ഇതാണ്ട് ഒരു ഷിപ്പ് പോകുന്നു. ഓക്കെ, ഇത് സെറ്റായി. ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഓക്കെ, ഇനിയിപ്പോൾ എന്തെങ്കിലും നമ്മൾ താമസിപ്പിക്കണേ, നമ്മുടെ എൻജിൻ അങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് വണ്ടി അങ്ങോട്ട് കൺട്രോൾ ചെയ്യാം. നമ്മുടെ ഹൗസ് ബോട്ട് വണ്ടിയല്ല ഗൈസ്, നമ്മുടെ ഹൗസ് ബോട്ടാണിത്. ഓക്കെ, നമ്മുടെ മോട്ടർ ഇപ്പോൾ കറങ്ങും. ഓ കറങ്ങുന്നുണ്ട്. അയ്യോ, ഇതിന് ഊരിപ്പോരുമോ? ഊരിപ്പോകുന്ന വെള്ളത്തിൽ ശൂന്യമായി കിടക്കേണ്ടി വരും ഞാൻ. ഓക്കെ, കുഴപ്പമില്ല, സെറ്റായിട്ട് മോട്ടറും അതുപോലെ തന്നെ എൻജിനൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് നിന്നാൽ പോയി കാര്യം. അത്രേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ ഗൈസ് ഒരു കൺട്രോളർ എൻ്റെ കയ്യിലുണ്ട്. ഇത് വെച്ചിട്ടാണ് ഞാനിപ്പോൾ നമ്മുടെ വീട് കൺട്രോൾ ചെയ്യുന്നത് കേട്ടോ. ഈ സത്യം പറഞ്ഞാൽ ഇതിന് ഓട്ടോമാറ്റിക് ഫങ്ഷൻ ഉണ്ടെങ്കിൽ സെറ്റായിരുന്നു. അടിപൊളിയാണ് എന്തായാലും. അപ്പോൾ ഗൈസ് നിങ്ങൾക്ക് ഈ ഒരു ഹൗസ് ബോട്ട് ഇഷ്ടപ്പെട്ടുകയാണെങ്കിൽ ഈ ഹൗസ് ബോട്ടിന് എടുക്കട്ടെ ഇന്നത്തെ ഒരു ലൈക്ക് ആയിട്ടാ ഗൈസ്. ഇതിന് കൺട്രോൾ പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. അയ്യോ ഇത് കടലാണേ. അയ്യോ ഗൈസ്, അയ്യോ ഇതാണ്ട് ഇതിന് എൻജിൻ ഓഫായാ ഗൈസ്. എൻജിനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ ഇതെന്ത്? അയ്യോ ഇതാണ്ട് പോകുന്നേ. അയ്യോ ഇതാണ്ട് എൻജിന് പോകുന്നു ഗൈസ്. ഇനി കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അതാണ്ട് മോട്ടർ മാത്രമേ ഇപ്പോൾ കറങ്ങുന്നുള്ളൂ. അയ്യോ ഞാനിപ്പോൾ വെക്കും ഗൈസ്. ഈ കൊടിലുകൊണ്ട് രക്ഷപ്പെട്ട്. അയ്യോ ഗൈസ് പെട്ടു. അയ്യോ അടിയിൽ മൊത്തം ഷാർക്കാണ്. അയ്യോ